പടവലപ്പന്തൽ എന്ന് കോട്ടയംകാർ ഓമന പേരിട്ട് വിളിക്കുന്ന ഈ ആകാശപാതയുടെ മേൽക്കൂര പൊളിച്ചു നീക്കണമെന്നാണ് വിദഗ്ധ സമിതി റിപ്പോർട്ട്. തുരുമ്പെടുത്ത പൈപ്പുകൾ വേഗം നീക്കം ചെയ്യണം. അടിസ്ഥാന തൂണുകൾ ഒഴികെ മേൽക്കൂര പൂർണ്ണമായും പൊളിച്ചു നീക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പാലക്കാട് IITയും ചെന്നൈയിലെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്ററും ചേർന്ന് നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. 5.18 കോടി രൂപ മുടക്കിൽ 2015 ഡിസംബർ 22-നാണ് ആകാശപാതയുടെ നിർമ്മാണം തുടങ്ങുന്നത്. 2016-ൽ സർക്കാർ മാറിയപ്പോൾ നിർമ്മാണത്തിന്റെ വേഗം കുറഞ്ഞു. എല്ലാത്തിനും സാക്ഷിയായി കേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് PT ചാക്കോ ഈ പന്തലിന് താഴെ നിൽപ്പുണ്ട്. ആകാശപാതയെ കൊല്ലാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്നും റിപ്പോർട്ടിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ടായിട്ടുണ്ടെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ബോധപൂർവമായിട്ട് ഇത് തകർക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടക്കുന്നത്. രാഷ്ട്രീയ പ്രതികാരമാണെന്ന് തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണം കോട്ടയം നിയോജക മണ്ഡലത്തിലെ സകല വർക്കുകളും ചവിട്ടിപ്പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. കോട്ടയം പട്ടണത്തോട് അങ്ങനെ അനീതി കാണിക്കരുത്. ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കാതെയാണ് നിർമ്മാണം ആരംഭിച്ചതെന്നും പദ്ധതി പൂർത്തിയാക്കിയാലും ഇല്ലെങ്കിലും ആളുകളുടെ തലയിൽ വീഴുമെന്ന് CPM. ഇത് പൂർത്തിയാക്കിയാലും ആളുകളുടെ തലയിൽ വീഴും, പൂർത്തിയാക്കിയില്ലെങ്കിലും ആളുകളുടെ തലയിൽ വീഴും. അതുകൊണ്ട് പൂർത്തിയാക്കിയിട്ട് ആളുകളുടെ തലയിൽ വീഴണോ, പൂർത്തിയാക്കിയില്ലെങ്കിലും തലയിൽ വീഴണോ എന്നൊരു തർക്കം മാത്രമേ ഉള്ളൂ. എന്തായാലും കരയണോ ചിരിക്കണോ എന്ന അവസ്ഥയിലാണ് നിലവിൽ കോട്ടയംകാർ. പൊളിച്ചു മാറ്റിയാലും ഇല്ലെങ്കിലും എല്ലാം കണ്ടു നിൽക്കാനുള്ള സഹനശക്തി ഉണ്ടാകണമെന്ന പ്രാർത്ഥന മാത്രം. എന്തായാലും PT ചാക്കോയും ആലോചിക്കുന്നുണ്ടാകും എന്തൊക്കെയാണ് ഈ കൊച്ചു കോട്ടയത്ത് തന്റെ തലയ്ക്ക് മുകളിൽ നടക്കുന്നതെന്ന്. ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോദ് ST, മാതൃഭൂമി ന്യൂസ്.